കേരള തീരത്ത് ബേപ്പൂരിനടുത്ത് പൊട്ടിത്തെറിയുണ്ടായ ചരക്ക് കപ്പലിൽ നിന്നും കാണാതായ 4 പേർക്കായി തെരച്ചിൽ ഊർജിതം. കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തിയ 18 പേരെ INS സൂറത്തിലൂടെ മംഗളൂരു തുറമുഖത്ത് എത്തിക്കും. അതേസമയം പൊട്ടിത്തെറിയുണ്ടായ കപ്പലിൽ തീ ആളിപ്പടരുകയാണ്. തീ അണയ്ക്കാനുള്ള ശ്രമം അതീവ ദുഷ്കരമായതിനാൽ ദൗത്യം നിർത്തിവെച്ചതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ശ്രമം നാളെ പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ കപ്പലിലെ ആളിപ്പടരുന്ന തീയുടെ ദൃശ്യങ്ങളാണ്. കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് കത്തിയമരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൂല സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിനോ നേവിക്കോ ഇതിനടുത്തേക്ക് എത്താൻ കഴിയാത്ത അത്ര വലിയ ദുഷ്കരമാണ് അവിടുത്തെ ഒരു സ്ഥിതി. ദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നീലിമ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ദൗത്യം ഫലം കണ്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉള്ള ഈ തീ അണയ്ക്കാനുള്ള ശ്രമം കോസ്റ്റ് ഗാർഡ് നിർത്തിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ കണ്ടെയ്നറിനകത്ത് 600-ലധികം ഈ കപ്പലിനകത്ത് 600-ലധികം കണ്ടെയ്നറുകൾ ഈ കപ്പലിനകത്തുണ്ട്. ആ കണ്ടെയ്നറുകളിൽ പലതും ഇതിനോടകം തന്നെ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് ഈ തീ പടരുന്ന കപ്പലിനടുത്ത് ഉണ്ടായിരുന്നത്, ഏകദേശം അടുത്തായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കപ്പലുകൾക്കൊന്നും തന്നെ ഈ തീ പടരുന്ന കപ്പലിനടുത്തേക്ക് പോകാൻ ഒരു ഘട്ടത്തിൽ പോലും സാധിച്ചിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ നിമിഷവും ഈ കപ്പലിനകത്ത് നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. ഈ പതിക്കുന്ന സമയത്ത് കടലിലെ ഓളങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിന് അത് വലിയ തടസ്സമായിരുന്നു. മറ്റൊന്ന്, ഈ കപ്പലിനകത്തുള്ള കണ്ടെയ്നറിനകത്തുള്ള രാസവസ്തുക്കളെ കുറിച്ചാണ്. അത് അതീവ പ്രഹരശേഷിയുള്ള പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കളാണ്. അതിൽ ആസിഡ് ഉണ്ട്. അതുപോലെ തന്നെ തമ്മിൽ ഉരസിയാൽ പോലും പൊട്ടിത്തെറിക്കുന്ന കത്തിപ്പടരുന്ന വസ്തുക്കളാണ് ഈ കപ്പലിനകത്ത് കണ്ടെയ്നറിനകത്ത് ഉള്ളത്. ആ വസ്തുവിനാണ് ആദ്യഘട്ടത്തിൽ തന്നെ തീ പിടിച്ചത്. പിന്നീട് ഈ കപ്പലിനകത്തേക്ക് മുഴുവൻ ഈ തീ പാളിപ്പടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഈ കപ്പൽ ഒരു ഘട്ടത്തിൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കപ്പലിൽ നിന്ന് ഈ കപ്പലിലെ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ കപ്പലിൽ ഉപേക്ഷിച്ച് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ്. അതായത് കപ്പലിനകത്തെ തീ അതൊരു ഘട്ടത്തിൽ പോലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല. തീ ഓരോ നിമിഷവും ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ടെയ്നറിനുള്ള അകത്തുള്ള വസ്തുക്കൾ അത് ആളി പടരുന്ന, അതായത് എളുപ്പം കത്തിപ്പിടിക്കുന്ന വസ്തുക്കളാണ് ഈ കണ്ടെയ്നറിന് അകത്തുള്ളത്. ആസിഡ് പോലുള്ള വസ്തുക്കളുണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അങ്ങനെ മീഥേലുണ്ട്, അങ്ങനെ നിരവധി വസ്തുക്കൾ ഈ കണ്ടെയ്നറിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഈ 157 കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകൾ അതീവ സ്ഫോടന ശേഷിയുള്ള അതീവ ജാഗ്രത പുലർത്തേണ്ട വസ്തുക്കൾ ഈ കണ്ടെയ്നറിന് അകത്ത് ഉണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് പുറത്തു വരുന്നുണ്ട്. ആ കണ്ടെയ്നർ അടക്കമാണ് ഇപ്പോൾ കടലിലേക്ക് പതിച്ചിരിക്കുന്നത്. ഈ പതിച്ച കണ്ടെയ്നറുകൾ ഒരു ഘട്ടത്തിൽ പോലും തീരത്തേക്ക് വരുന്ന സാഹചര്യം, ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ നിരീക്ഷണത്തിലാണ്, പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഈ ഓളങ്ങൾക്കൊപ്പം ഈ കപ്പലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് കരയിലേക്കൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പൽ ഒരു ഘട്ടത്തിൽ പോലും കരയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു നിരീക്ഷണം, ജാഗ്രത കൂടി ആ രീതിയിലുള്ള ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ്. എന്തായാലും ബേപ്പൂർ തീരത്ത് നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെയാണല്ലോ ഈ കപ്പല് കത്തുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. അവിടെ നിന്നാണ്. ആ ദൂരം വിട്ട് കരയിലേക്ക് അടുക്കുന്നതിൻ്റെ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാണോ? കാരണം ഈ കപ്പലിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഈ കടലിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയിലാണ് ആ കപ്പൽ എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, കണ്ടെയ്നറുകൾ എല്ലാം അപ്പാടെ കത്തിയമരുന്നു. കപ്പൽ ഒന്നാകെ കത്തിയമരുന്ന ഒരു സാഹചര്യമുണ്ട്. അതീവ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാവുന്ന വലിയൊരു അപകടമാണ് ഈ ഉൾക്കടലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീരത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശം, മത്സ്യത്തൊഴിലാളികൾക്കുൾപ്പെടെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്താണ് നൽകിയിരിക്കുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ?
നീലിമ, ഇതിൽ ഏറ്റവും ആശ്വാസകരമെന്ന് പറയട്ടെ, ഈ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിന് ഒരു നിയന്ത്രണവുമില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അത് കേരള തീരത്തേക്ക് അടുക്കാനുള്ള അല്ലെ ആ ഭാഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് മറ്റൊരു തീരത്തേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തീരങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും കേരളത്തിന്റെ തീരത്തേക്ക് ഇത് കപ്പൽ വരില്ല എന്നൊരു കാര്യം നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഇപ്പോൾ ആശങ്കയിലേക്ക് പൊതുജനങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ തള്ളിവിടുന്ന ഒരു കാര്യം, ഈ കപ്പലിലെ 157 കണ്ടെയ്നറുകൾ, ഈ കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളുണ്ട്, കത്തിപ്പടരുന്ന വസ്തുക്കളുണ്ട്. ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ്, ആശങ്കയുയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ ഈ ആശങ്കയുടെ കാര്യം പറയുമ്പോൾ പോലും ഈ കപ്പലിൽ ഉണ്ടായിരുന്ന 22 ജീവനക്കാരിൽ അതിൽ 18, ക്യാപ്റ്റൻ അടക്കം 18 പേരെ ജീവനോടെ സുരക്ഷിതമായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇവരുമായിട്ടുള്ള ഈ ക്യാപ്റ്റൻ അടക്കമുള്ള ഈ 18 കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ രാത്രിയോടെ തന്നെ ഈ 18 പേരും ആ കരയ്ക്ക് അവിടെ എത്തും. അതിനുശേഷമായിരിക്കും പ്രാഥമിക ശുശ്രൂഷ അടക്കമുള്ള, അതായത് മെഡിക്കൽ ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നൽകുക. ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്ന ഈ 18 പേർക്കും പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ 18 പേരിൽ 5 പേർക്ക് ഗുരുതരമായി ഏറ്റിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവരെ എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അധികൃതർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ശരീരത്തിൽ പൊള്ളലേറ്റത് കൊണ്ട് ഈ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് അതൊരു തടസ്സമായിരുന്നു. പിന്നീട് ഈ കപ്പലിനകത്ത് വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷയൊക്കെ തന്നെ നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മംഗലാപുരത്തേക്ക് പോവുകയാണ് എന്നൊരു നിർദ്ദേശം അങ്ങനെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ 18 പേരും അവിടെ എത്തിയതിനു ശേഷം ഈ ബാക്കി ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നൽകും എന്നതാണ്. എന്തായാലും ഏറ്റവും ആശങ്കയുയർത്തുന്ന കാര്യം, കപ്പൽ ഇപ്പോഴും തീ ആളിപ്പടർന്നു കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കപ്പലിന്റെ മധ്യഭാഗത്ത് ഏറ്റവും താഴത്തെ ഡക്കിലായിരുന്നു തീ ഉയർന്നിരുന്നത്. അതിനുശേഷം മറ്റ് ഭാഗങ്ങളിലേക്ക് തീ ആളിപ്പടരുകയും കത്തിപ്പടരുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. ഒരു ഘട്ടത്തിൽ പോലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത്തരത്തിൽ കപ്പലിലുള്ള രാസവസ്തുക്കളാണ്. അത് അതീവ തമ്മിൽ ഉരസിയാൽ അതിവേഗം തീപടരുന്ന വസ്തുക്കളാണ് കപ്പലിനകത്തുള്ളത്. ആ വസ്തുക്കളാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടാക്കുന്ന മലിനീകരണം, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് വെള്ളത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന മറ്റ് പ്രത്യാഘാതങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതാണ്. ഇതിൽ ഏറ്റവും ആശ്വാസകരം, ഇപ്പോൾ നിലവിൽ ട്രോളിംഗ് നിരോധനമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളാലും കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല. മാത്രമല്ല, ഈ കപ്പലിന് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിന് ഭാഗത്തുകൂടി പോകുന്ന മറ്റ് കപ്പലുകൾക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വഴി മാറിപ്പോകാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ദൗത്യം, ഈ കപ്പലിലെ തീ അണക്കുന്ന ദൗത്യം നിർത്തിവച്ചിരിക്കുകയാണ്. അതിനുശേഷം നാളെ ആയിരിക്കും ഇത് പുനരാരംഭിക്കുക. അപ്പോഴേക്കും ഈ കപ്പലിന്റെ ഭൂരിഭാഗം ഭാഗവും കത്തി തീർന്നിട്ടുണ്ടാകും എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് ഗുരുതര ഈ പ്രശ്നങ്ങൾ, പ്രത്യാഘാതം, ഈ കടലിലെ ജലത്തിലേക്കായിരിക്കും ഇത് കലരുക. അങ്ങനെയെങ്കിൽ മറ്റ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും ഈ കാര്യത്തിലൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു വ്യക്തത വരേണ്ടതുണ്ട്. നീലിമ, ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. അനഘ ഹർഷനാണ് സമഗ്രമായ റിപ്പോർട്ട് ബേപ്പൂരിൽ നിന്നും പങ്കുവച്ചത്.